എല്ലാവർക്കും നമസ്കാരം. അപ്പം പ്രധാനമായിട്ടും എൻ്റെ ചാനലിൽ KTU സ്റ്റുഡൻസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്നെപ്പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ KTU തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ് കറൻ്റ്ലി. 2024-28 ബാച്ചിലാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ബ്രാഞ്ച്. എനിക്ക് കറൻ്റ്ലി 16 സപ്ലി ഉണ്ട്. ബട്ട് എൻ്റെ 2-3 സപ്ലിയുടെ റിസൾട്ട് വന്ന് അതിൻ്റെ ഒരു സർപ്രൈസ് ഞാൻ അടുത്ത വീഡിയോ പറയാം. അപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ S5-ന്ന് 10 SGPAയും ഇനി വരുന്ന ഓരോ സെമിസ്റ്ററിൽ 4 പേപ്പർ വരെ ക്ലിയർ ചെയ്ത് സപ്ലി 2028 തന്നെ പാസ് ഔട്ടാനാണ്. ഓക്കെ, ഈ വീഡിയോൻ്റെ ഇതെന്ന് വെച്ചാൽ KTUവിൻ്റെ എക്സാം സ്ട്രക്ചറിനെ പറ്റി പറയാണ്. 2024 സ്കീം. അപ്പം ഫസ്റ്റ് സെം S1 നിങ്ങൾക്ക് പ്രധാനമായിട്ടും എനിക്കൊന്ന് 5 പേപ്പറാണ് ഉള്ളത്. അപ്പോൾ ഓരോ പേപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 മാർക്കിനാണ് എക്സാം. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതേണ്ടത് 60 മാർക്കിനാണ്. ഈ 60 മാർക്കിന് നിങ്ങൾ 60 മാർക്ക് റിട്ടൺ ജയിക്കേണ്ടത് 24 മാർക്കാണ്. 24 മാർക്കുണ്ട് നിങ്ങൾക്ക് എക്സാം ജയിക്കാം 60 മാർക്കിന്. പിന്നെ പക്ഷേ സൈറ്റ് റിസൾട്ട് വരുന്നതെന്ന് വെച്ചാൽ 100 മാർക്കിനാണ് റിസൾട്ട് വരുന്നത്. ആ 100-ൽ 60 നിങ്ങൾ യൂണിവേഴ്സിറ്റി എഴുതുന്നു. പിന്നത്തുള്ള 40 ഇത് ഇൻറ്റേർണൽ മാർക്കാണ്. ഇത് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് തരുന്നത്. അതുകൊണ്ടാണ് സീനിയേഴ്സൊക്കെ പറയുന്നത് ടീച്ചർമാരെ വെറുപ്പിക്കൽ. കാരണം 60 നമ്മളെ കയ്യിലാണ്, പിന്നുള്ള 40 അത് ടീച്ചർമാരുടെ കയ്യിലാണ്. അതുകൊണ്ട് പഠിപ്പിക്കുന്ന ടീച്ചർമാരെ വെറുപ്പിക്കുന്ന ചെയ്യൽ കുറച്ച് സോപ്പിട്ടൊക്കെ നിൽക്കുക, മാർക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ 60 മാർക്ക് യൂണിവേഴ്സിറ്റി എക്സാം നിങ്ങൾ എഴുതുകയാണ്. അതിൽ നിങ്ങൾ എന്തായാലും 24 മാർക്ക് എടുത്തിരിക്കണം. 24 മാർക്ക് എടുത്തവർ എക്സാം ജയിക്കും. പക്ഷേ റിസൾട്ട് വരുന്ന 100 മാർക്കിനല്ലേ. ഈ 100 മാർക്കിന് നിങ്ങൾ ജയിക്കണമെങ്കിൽ 50 മാർക്ക് വേണം. 50 മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും. 50 മാർക്കുണ്ടെങ്കിൽ KTU പ്രകാരമുള്ള ഗ്രേഡ് എന്ന് പറഞ്ഞാൽ P ആണ്. അപ്പം ഇനി ഇൻറ്റേർണലിൽ ഇപ്പോൾ നിങ്ങൾക്ക് 10 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും തോറ്റെന്ന്. ഇല്ല, ഇൻറ്റേർണലിൽ അങ്ങനെ ഇപ്പോൾ 1 കിട്ടിയാലും 2 കിട്ടിയാലും തോക്കത്തില്ല. പക്ഷേ ഈ ഇൻറ്റേർണലിലെ മാർക്കും റിട്ടേണും കൂടെ കൂട്ടാൻ നേരത്ത് 50 മാർക്ക് വേണം, എന്നാലേ നിങ്ങൾ ജയിക്കത്തുള്ളൂ. വേറൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇൻറ്റേർണൽ 40 നിങ്ങൾക്ക് ഇൻറ്റേർണലിൽ 30 മാർക്ക് കിട്ടി, പക്ഷേ റിട്ടേൺ 20 കിട്ടിയുള്ളൂ. രണ്ടും കൂടെ കൂട്ടാൻ നേരത്തെ 50 ആയല്ല. പക്ഷേ എന്നാലും നിങ്ങൾ തോക്കും. കാരണം റിട്ടേണിൽ 24 മാർക്ക് കമ്പൽസറി വേണം. ഇൻറ്റേർണൽ ഇപ്പം നിങ്ങൾക്ക് 40-30 ഉണ്ട്, റിട്ടേൺ നിങ്ങൾക്ക് 60-20 ഉള്ളൂ. പക്ഷേ 30-20 കൂട്ടാൻ നേരത്തെ 50 ആയി. നിങ്ങൾ ജയിച്ചെന്നായിരിക്കും വിചാരിക്കുന്നത്, പക്ഷേ നിങ്ങൾ തോറ്റ്. കാരണം റിട്ടേണിൽ 24 മാർക്ക് കമ്പൽസറി വേണം. അപ്പം 50-ൽ ജയിക്കാൻ 50 അല്ലേ, 100-ന് 50 ആണ്. 24 കമ്പൽസറി ആയിട്ട് വേണം. അപ്പോൾ ചിലവർ പറയുന്നതെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഒരു 26 എടുത്താൽ 26-ഉം 24 കൂടെ കൂടാത്ത 50 ആയി ജയിക്കും. അപ്പോൾ ഇൻറ്റേർണൽ ഒരു സേഫ് പോയിൻ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ 40-ന് ഒരു 26 മാർക്ക് എടുക്കണം എങ്ങനെയെങ്കിലും. ഇപ്പോൾ 26 മാർക്കിന് താഴെ പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ തോക്കത്തൊന്നുമില്ല. പക്ഷേ റിട്ടേൺ കമ്പൽസറി ആയിട്ട് 24 എടുക്കുകയും 60-24 എടുക്കുകയും വേണം. ഈ റിട്ടേണിലെ ഇതും ഇൻറ്റേർണലും കൂടെ കൂട്ടാൻ നേരത്ത് 50 മേടിക്കുകയും വേണം, എന്നാലേ നിങ്ങൾക്ക് P ഗ്രേഡ് കിട്ടി പാസ്സാവത്തുള്ളൂ. അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ ക്രൈറ്റീരിയ. പിന്നെ ഈ 40 ഇൻറ്റേർണൽ എങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. മെയിൻലി 40 എന്ന് പറയുന്നതെന്ന് വെച്ചാൽ 4 ആയിട്ട് തിരിക്കും. 4 5 തോന്നുന്നു. 10 ഇതെന്ന് വെച്ചാൽ 2 ഇൻറ്റേർണൽ ഓരോ സെമ്മിലും ഇടും. ഇത് ഫസ്റ്റ് ഇൻറ്റേർണൽ, സെക്കൻഡ് ഇൻറ്റേർണൽ. കോളേജ് സീരീസ് എന്നാണ് പറയുന്നത്. ആ സീരീസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ 40 മാർക്കിനാണ്. 40 മാർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ 40 നിങ്ങൾക്ക് 20 കിട്ടിയെന്ന് വിചാരിച്ചു. ഈ സീരീസിന് 40 നിങ്ങൾക്ക് 20 കിട്ടി. 20 കൂട്ടി 40, അതിന് 4 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 10 കിട്ടും. അപ്പം ഈ 2 സീരീസ് 20 അല്ലേ, നിങ്ങൾ 10 മാർക്കാണ് ഇൻറ്റേർണൽ. 20-ന് 10. ഇനി ബാക്കി 2 10 ഉണ്ട്. അതെന്ന് വെച്ചാൽ 5 പറയുന്നതെന്ന് വെച്ചാൽ അറ്റൻഡൻസ് 5-ൻ്റെ വെച്ചാൽ 85% മണ്ടേ ഉണ്ടെങ്കിൽ 5 മാർക്ക് കിട്ടും. 80 ആണെങ്കിൽ 4, 85-ന് മണ്ടയിൽ 5, 80-നും 85-നും ഇടയിൽ 4, 75-നും 80-നും ഇടയിൽ 3, അങ്ങനെ ക്രൊയറ്റ് ചെയ്യും. പക്ഷേ 60% താഴെ പോവൽ, 75% താഴെ പോവൽ, 75% താഴെ പോയാൽ നിങ്ങൾ കണ്ടനേഷൻ കൊടുക്കേണ്ടി വരും. ആ കണ്ടനേഷൻ്റെ കാര്യം ഞാൻ പ്രത്യേകം ഒരു വീഡിയോയിലിടാം. അപ്പം മനസ്സിലായില്ല. 10 ഫസ്റ്റ് സീരീസ്, സെക്കൻഡ് സീരീസ് 10, 5 അറ്റൻഡൻസ്, പിന്നെ 15 അസൈൻമെൻറ്റ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് 40 വരുന്നത്. അപ്പം ഈ 15 അസൈൻമെൻറ്റ് എന്ന് പറയുമ്പം
അസൈൻമെൻറ്റൊക്കെ 2 അസൈൻമെൻറ്റാണ് ഒരു വിഷയത്തിനുള്ളത്. അത് കൃത്യമായിട്ട് ചെയ്തു വയ്ക്കണം. 15 മാർക്ക് കിട്ടുന്ന പരിപാടിയാണ്. അങ്ങനെ അസൈൻമെൻറ്റിന് ആരും എടുത്ത് കളയരുത്. പിന്നെ എല്ലാ കോളേജിലെ ടീച്ചർമാർ മാക്സിമം ഇൻ്റേണൽ തരാനേ നോക്കുള്ളൂ. അങ്ങനെ തേമ്പത്തൊന്നുമില്ല. പിന്നെ പിള്ളേരുമായിട്ട് സഹകരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടല്ല, 40 ഇൻ്റേണൽ. അതിൽ 4 തിരിക്കും. ഒന്നാമത്തെ ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ്റേണലാണ്. അത് 40 മാർക്കിനായിരിക്കും. ഒരു എക്സാം പോലെ നടത്തും. സെക്കൻഡ് ഇൻ്റേണൽ 40. അപ്പം ഇപ്പോൾ 40 20 കിട്ടി. ഫസ്റ്റ് സെക്കൻഡ് 20 കിട്ടി. 20 കൂട്ടും. അപ്പം 40. അതിനെ 4 വെച്ച് ഡിവൈഡ്. അങ്ങനെ നിങ്ങൾക്ക് 10 കിട്ടും. അപ്പം ഈ 20 കൂടെ നിങ്ങൾക്ക് 10 കിട്ടിയത്. അപ്പം മാക്സിമം ഇൻ്റേണൽ സ്കോർ ചെയ്യണം. ഇൻ്റേണലൊക്കെ നല്ലപോലെ സീരീസിനൊക്കെ നല്ലപോലെ സ്കോർ ചെയ്താൽ ഇത് നല്ലപോലെ കൂടും. പിന്നെ 5 അറ്റൻഡൻസ് ആണ്. അതിൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞില്ല. 85% മണ്ടേ ഉണ്ടെങ്കിൽ 5 മാർക്ക് കിട്ടും. 80 85 4, 75 80 3. ഈ 75 താഴെ പോയാൽ മാർക്ക് കിട്ടും, പക്ഷേ എക്സാം എഴുതാൻ പറ്റില്ല, കാരണം കണ്ടനേഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ 70 75 2, പിന്നെ 60 താഴെ 1. അങ്ങനെയാണ് മാർക്ക് കിട്ടുക. 60 താഴെ പോയാൽ ഈ 5 ഇൻ്റേണൽ 5 മാർക്കിന് 1 മാർക്ക് കിട്ടും, പക്ഷേ എക്സാം എഴുതാൻ പറ്റില്ല, കണ്ടനേഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ 15 മാർക്ക് അസൈൻമെൻറ്റ്. അങ്ങനെ നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടുന്ന. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കണ്ടനേഷൻ്റെ കാര്യം. കണ്ടനേഷൻ നിങ്ങൾക്ക് 8 സെമസ്റ്ററാണ് ഉള്ളത്. 8 സെമസ്റ്ററിൽ നിന്നും കൂടെ ഏതെങ്കിലും 2 സെമസ്റ്ററിൽ കണ്ടനേഷൻ കൊടുക്കാം. 2 സെമസ്റ്റർ ഫുള്ള് കൊടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ കണ്ടനേഷൻ ആയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഒരു വിഷയമാണ് കണ്ടനേഷൻ ആയെന്ന് വിചാരിച്ചോ. പക്ഷേ ഒരു വിഷയം കണ്ടനേഷനായി നിങ്ങൾ അത് കൊടുക്കാം. പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിലേ കൊടുക്കാൻ പറ്റൂ. ഇനി ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് 5 വിഷയം കണ്ടനേഷനായി എന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് 5 വിഷയവും കണ്ടനേഷൻ കൊടുക്കാം. പക്ഷേ 2 സെമസ്റ്റർ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരു സെമസ്റ്റർ കൂടെ കിടക്കാൻ പറ്റും. ഒരു സെമസ്റ്ററിൽ എത്ര വിഷയം കണ്ടനേഷൻ ആയാലും നിങ്ങൾക്ക് കണ്ടനേഷൻ കൊടുക്കാം. പക്ഷേ 2 സെമസ്റ്റർ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓർക്കണം, 8 സെമസ്റ്റർ ഉള്ളതാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ കണ്ടനേഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സെമസ്റ്ററിന് 700 രൂപയാണ്. ഒരു സെമസ്റ്റർ അല്ല, ഒരു പേപ്പറിന് 700 രൂപയാണ്. അങ്ങനെ 2 സെമസ്റ്ററിന് കൊടുക്കുക. നിങ്ങൾ ഇപ്പോൾ ഒരു സെമസ്റ്ററിൽ 5 പേപ്പറില്ല, അതിൽ 4 കണ്ടനേഷനായ 700 × 4 2800 രൂപയോളം പോകും. അങ്ങനെ നിങ്ങൾക്ക് പരമാവധി ആദ്യത്തെ 2-3 സെമസ്റ്ററിലൊക്കെ കയറാൻ നോക്കുക. കണ്ടനേഷൻ മാക്സിമം 5 6 7 ആ സമയത്തൊക്കെ ആക്കാൻ നോക്കണം. 8ാമത്തെ സെമസ്റ്ററൊക്കെ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പാണ്, അപ്പോഴൊന്നും ആരും കണ്ടനേഷൻ ആവത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പം എല്ലാവരും നല്ലപോലെ പഠിക്കണം. സപ്ലിയൊന്നും ആവാതിരിക്കാൻ നോക്കണം. സപ്ലി ആയാലും അത് നമ്മൾ കിറ്റ് ചെയ്തൊന്നും പോവാതെ എഴുതിയെടുക്കാനുള്ള ഇതിൽ നോക്കണം. പിന്നെ ടീച്ചർമാരെ ഒന്ന് വെറുപ്പിക്കൽ, നല്ലപോലെ പഠിച്ച് നല്ലപോലെ നേടണം. അപ്പം ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ പരമാവധി യൂണിവേഴ്സിറ്റിയിലെ എക്സാം 60 മാർക്കിനാണ്. 24 മാർക്ക് ഇതിനെക്കാട്ടി മണ്ടയിലെടുക്കാൻ നോക്കണം. അത് കമ്പൽസറിയാണ്. 24 മാർക്കിന് താഴെ പോയി നിങ്ങൾ തോറ്റെന്നാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.